അയ്യോ, ജപ്പാനിൽ രാത്രിയിൽ നഖം മുറിച്ചാൽ ആയുസ് കുറയുമത്രേ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ? പോകാം വീഡിയോയിലേക്ക്. നമസ്കാരം, എല്ലാം സാധ്യമാണ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് രാത്രിയിൽ നഖം മുറിക്കരുത്, അതുമൂലം നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങളെക്കുറിച്ചും പൂർവികർ നമുക്ക് സമ്മാനിച്ച ചരിത്രത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിക്കണ്ടാലോ. രാത്രിയിൽ നഖം മുറിക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. യുക്തിപരമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്താണ് യുക്തിപരമായ കാരണങ്ങൾ എന്നൊന്നും നമുക്ക് നോക്കിക്കണ്ടാലോ. ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, യുക്തിപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ വെളിച്ചക്കുറവും അപകട സാധ്യതയും തന്നെയാണ് കാരണം. പഴയ കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെയോ തിരിവിളക്കുകളുടെയോ മങ്ങിയ വെളിച്ചത്തിൽ നഖം മുറിക്കുകയായിരുന്നു പതിവ്. അതുമൂലം അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകുകയും അത് മാത്രവുമല്ല, അന്നത്തെ കാലത്ത് സുരക്ഷിതമായ നഖംവെട്ടിയോ മറ്റു ഉപകരണങ്ങളോ ലഭ്യമായിരുന്നില്ല. കത്തി, ബ്ലേഡ്, മറ്റു മൂർച്ചയുള്ള ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പലരും നഖം മുറിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള അരണ്ട വെളിച്ചത്തിൽ മൂർച്ചയുള്ള ഉപകരണം ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാനും മുറിവിൽ അണുബാധ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഈ അപകടം ഒഴിവാക്കാനായി മുതിർന്നവർ രാത്രിയിൽ നഖം മുറിക്കരുതെന്ന് വിലക്കി. ഈ ഒരു കാരണം മാത്രമല്ല കേട്ടോ, രാത്രിയിൽ നഖം മുറിക്കുമ്പോൾ മുറിച്ച നഖം നിലത്ത് വീണ് കൃത്യമായി കാണാൻ സാധിക്കുകയില്ല. ഇവ മാലിന്യം പോലെ എവിടെയെങ്കിലും കിടന്ന് അശുദ്ധമായി കണക്കാക്കിയിരുന്നു. വൃത്തിയായി തൂത്തുകളയാനും എളുപ്പമായിരുന്നില്ല. ഇനി നമുക്ക് വിശ്വാസപരമായ കാരണങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ. ആദ്യമേ തന്നെ പറയട്ടെ, നഖം മുറിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നൊരു ഭാഗം പുറത്തേക്ക് കളയുന്നതിന് തുല്യമാണ്. രാത്രിയിൽ പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞത് ചെയ്യുന്നത് വീട്ടിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഇല്ലാതാക്കുമെന്ന് ലക്ഷ്മി ദേവിക്ക് കോപമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുമാത്രമല്ല, ചില വിശ്വാസങ്ങൾ അനുസരിച്ച് രാത്രിയിൽ നഖം മുറിക്കുന്നത് വ്യക്തിയുടെ പോസിറ്റീവ് ഊർജ്ജത്തെ ദുർബലമാക്കുകയും നെഗറ്റീവ് ശക്തികളെ ആകർഷിക്കുകയും ചെയ്യും. അത് മാത്രമല്ല കേട്ടോ, മുറിച്ച നഖങ്ങളും മുടികളിലും വ്യക്തിയുടെ ശരീരത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അത് ദുർബന്ധനാദം ചെയ്യുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ അത് ഉപയോഗിച്ച് വ്യക്തിക്ക് ദോഷം ചെയ്യാനും സാധ്യതയുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട്. ഇക്കാരണങ്ങളാലൊക്കെയാണ് രാത്രിയിൽ നഖം മുറിക്കരുതെന്ന് വിശ്വസിച്ചിരുന്നത്. ഇനി നമുക്ക് ജപ്പാനിലോട്ട് പോയി നോക്കിയാലോ, അവിടുത്തെ വിശ്വാസം എന്താണെന്ന്. ജപ്പാനിലെ ഒരു പഴയ വിശ്വാസമനുസരിച്ച് രാത്രിയിൽ നഖം മുറിച്ചാൽ അത് ചെയ്യുന്നയാൾക്ക് അകാല മരണം സംഭവിക്കുകയും തന്റെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരുടെ അടുത്തുണ്ടാകാൻ സാധിക്കാതെ വരികയും ചെയ്യും. രാത്രിയിൽ നഖം മുറിക്കുക എന്നതിന്റെ ജാപ്പനീസ് ഉച്ചാരണം ആയുസ് കുറയ്ക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് നല്ല വെളിച്ചവും സുരക്ഷിതമായ നഖംവെട്ടിയും ഉള്ളതുകൊണ്ട് രാത്രിയിൽ നഖം മുറിക്കുന്നതിന് യുക്തിപരമായ തടസ്സങ്ങളില്ല. എങ്കിലും തലമുറകളായി വന്ന ആചാരത്തിന്റെയും വിശ്വാസത്തെയും മാനിച്ച് പലരും ഈ ശീലം ഒഴിവാക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.